അപ്പോൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിൽ ഇപ്പോൾ ഇത് പ്ലാറ്റിനം എഗോയിസ്റ്റിൻ്റെ ഒരു ക്ലോണാണെന്നാണ് പറയപ്പെടുന്നത്. എത്രത്തോളം സാമ്യമുണ്ടെന്നൊക്കെ ഞാൻ പറയും. പ്ലാറ്റിനം എഗോയിസ്റ്റുമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ പ്ലാറ്റിനം യുണീക്കായിട്ടുള്ള മണമാണ്. നമ്മൾ ടിപ്പിക്കൽ കിട്ടുന്ന ഒരു മണമല്ല, ഒരു യുണീക്കായിട്ടുള്ള ഒരു ടൈപ്പ് മണം. യുണീക്കായിട്ടുള്ള പെർഫ്യൂംസിനോട് താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. കാരണം വലിയ വിലയൊന്നുമില്ല, ഏകദേശം 800 രൂപ 1000 രൂപ താഴെ വരുന്നുള്ളൂ 100 ml. 799 700 ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിനകത്ത് നോക്കുമ്പോൾ നല്ലൊരു പെർഫ്യൂമാണ്, ഒരു സിഗ്നേച്ചർ പെർഫ്യൂമാണ് പ്ലാറ്റിനം. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഞാനിത് സെയിലിന് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ റിവ്യൂവിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഒരു മസ്റ്റ് ഹാവ് പെർഫ്യൂമാണ് പ്ലാറ്റിനം എഗോസ്റ്റ്, ഒരു ജെൻറ്റിൽമാൻ ടൈപ്പ് സ്മെൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷാരയിൽ പ്ലാറ്റിനം എഗോസ്റ്റ് റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അതിനൊപ്പം അതിൻ്റെ ഒരു ക്ലോൺ എന്ന് പറയപ്പെടുന്ന എൽ പാസോ ലവാനിയുടെ റിവ്യൂ ചെയ്യാമെന്ന് ഞാൻ ഏറ്റിരുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു കമൻറ്റിൽ വീഡിയോ ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലാറ്റിനം എഗോസ്റ്റിൻ്റെ ഒരു ക്ലോണാണെന്നാണ് പറയപ്പെടുന്നത്. എത്രത്തോളം സാമ്യമുണ്ടെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിൽ ഡിസൈൻ, ഇത് 2002 ലോഞ്ച് ചെയ്തൊരു പെർഫ്യൂമാണ്. 2002 ഏകദേശം 20-22 കൊല്ലം മുമ്പുള്ളൊരു പെർഫ്യൂം. ബോട്ടിൽ ഡിസൈൻ ഒരു വിൻറ്റേജ് റെട്രോ ഫീൽ തരുന്ന ഒരു തരം ബോക്സ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഓഫർ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ഓഫർ 50 ml ഫ്രീ ആയിരുന്നു ഇതിനോടൊപ്പം. ഓരോ ടോയ്ലറ്റ് കോൺസെൻട്രേഷനാണ്, മെയ്ഡ് ഇൻ ഫ്രാൻസ്. വേറെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല, ബാഗിലെ ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് ബോട്ടിൽ. അപ്പോൾ ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും ഒരു കൗബോയ് ടൈപ്പ്, മെക്സിക്കോയിലൊക്കെ പോലുള്ള ഒരു കൗബോയ് ടൈപ്പായിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ്. ഒരു മദ്യക്കുപ്പിയിലൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ബോട്ടിൽ ഡിസൈൻ. താഴെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇവിടെ എൽ പാസോ ലവാനി എന്നുള്ള സ്റ്റിക്കർ, പിറകിലൊന്നുമില്ല. ക്യാപ്പും ഒരു പ്ലാസ്റ്റിക് ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലൊമാനിയുടെ ലോഗോ കാണാം. ഇത്രയാണ് ബോട്ടിൽ ഡിസൈൻ. ഏകദേശം ഒരു 10-15 ml ഞാൻ ഉപയോഗിച്ചു ഈ ദിവസങ്ങളിലൊക്കെ. ഞാനിത് ട്രൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ നോട്ട് എന്താണെന്ന് ഞാൻ പറയാം. ടോപ്പ് നോട്ടിൽ വരുന്നത് ലെമൺ, ബെർഗമോട്ട്, യൂക്കലിപ്റ്റസ്, തൈം, ലാവൻഡർ. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ക്ലോവ്സ്, ജുനിപ്പർ, നട്ട്മെഗ്, ജാസ്മിൻ. ബേസ് നോട്ടിൽ വരുമ്പോൾ സാൻഡൽവുഡ്, ഓക്മോ, സീഡാർ, മസ്ക്, ആംബർഗ്രീസ്. ഇത്രയുമാണ് ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും. ഇതൊരു അരോമാറ്റിക് ഫ്യൂജറി ടൈപ്പായിട്ടുള്ളൊരു പെർഫ്യൂമാണ്. ഒരു വുഡി, മസ്കി, പൗഡറി, ലാവൻഡർ അതുപോലുള്ള ടൈപ്പ് ഒരു ഫ്രഷ് സ്പൈസി ആയിട്ടുള്ള ഒരു പെർഫ്യൂം. പ്ലാറ്റിനം എഗോസ്റ്റുമായിട്ട് എത്രത്തോളം സാമ്യമുണ്ടെന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്തിട്ട് പറയാം. പ്രയർ കുഴപ്പമില്ല. ഓപ്പണിങ്ങിൽ ടോപ്പ് നോട്ടിൽ പറയുന്ന ലെമൺ, ബെർഗമോട്ട് അല്ലെങ്കിൽ ഒരു സിട്രസ്, ഒരു അക്വാട്ടിക് ടൈപ്പ് പോലുള്ള ഒരു സിട്രസ് നോട്ടാണ് ഓപ്പണിങ്ങിൽ വരുന്നത്. ഇത് കുറച്ച് ഒന്ന് സെറ്റിൽ ആവണം, കാരണം ഒരു ആൽക്കഹോൾ ബ്ലാസ്റ്റ് ഇനീഷ്യലി ഉണ്ട്. അതൊന്ന് സെറ്റിലായിട്ട് വേണം നിങ്ങൾ ട്രൈ ചെയ്യാൻ. അപ്പോൾ ഓപ്പണിങ് ഡെഫിനറ്റായിട്ട് നമുക്ക് ലെമൺ, ബെർഗമോട്ട് ഈ 2 നോട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ ഒരു യൂക്കാലിപ്റ്റസിൻ്റെ ഒക്കെ ഒരു മണം. യൂക്കാലിപ്റ്റസിൻ്റെ മണം എന്ന് പറയുമ്പോൾ നമ്മൾ കോടാലിത്തൈലം പോലുള്ള ആ ടൈപ്പ് മണമല്ല, പകരം ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോകുമ്പോൾ യൂക്കാലിപ്സ് ഇലകൾ കൂട്ടിയിട്ട്, ഉണങ്ങിയ ഇലകൾ കൂട്ടിയിട്ട് പൊമിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മോക്കി സ്മെല്ലിനെ, ആ ഒരു സ്മോക്കി ഡ്രൈ ലീഫ് കരിഞ്ഞ ആ ഒരു യൂക്കാലിപ്സിൻ്റെ ഇലകൾ കരിഞ്ഞുണങ്ങിയ അത് തീയിടുമ്പോൾ വരുന്ന ആ ഒരു സ്മോക്കി യൂക്കാലിപ്റ്റിസ് സ്മെൽ അതുകൊണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലാവൻഡർ നോട്ട്. ഈ ലാവൻഡർ നോട്ടൊക്കെ വരുന്ന കുറച്ചൊന്ന് സെറ്റിലാകുമ്പോഴാണ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും അതിന് യഥാർത്ഥ ഒരു മണം വരുന്നത്. പ്ലാറ്റിനം എഗോസ്റ്റുമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ പ്ലാറ്റിനുമായി എവിടെയൊക്കെയോ ഒരു സാമ്യമുണ്ട്, പക്ഷേ കറക്റ്റ് പ്ലാറ്റിനം അല്ല. പ്ലാറ്റിനം എഗോസ്റ്റായിട്ട് കുറച്ചൊക്കെ സാമ്യമുണ്ടെന്ന് പറയാം, പക്ഷേ എക്സാക്റ്റ് അതല്ല. എന്നാൽ നമ്മളൊരിക്കലും ഇത് പ്ലാറ്റിനമായിട്ട് കമ്പയർ ചെയ്യാതെ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം പ്ലാറ്റിനം വേറൊരു ഡയറക്ഷനിലേക്കാണ് അത് യാത്ര ചെയ്തത്, ഇത് വേറൊരു ഡയറക്ഷൻ. എന്നാൽ എവിടെയൊക്കെയോ സിമിലർ DNA ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ രണ്ട് മണമായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇത് മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ നട്ട്മെഗ്, ജാതിക്ക, അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ഒരു എന്താ പറയുക ഹെർബൽ സ്പൈസി ആയിട്ടുള്ള കുറച്ച് ഹെർബൽ നോട്ട്, ഗ്രീനിഷ് ആയിട്ടുള്ള കുറച്ച് നോട്ടുകൾ. പിന്നെ ഡ്രൈഡോണിൽ വരുമ്പോൾ നല്ല സാൻഡൽവുഡ് മണം വരും. ഡ്രൈഡോൺ സൂപ്പറാണ്. എവിടേക്ക് ഒരു സ്മോക്കി ടൊബാക്കോ ആണ്, പക്ഷേ ടൊബാക്കോയുടെ നോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തൊരു സ്മോക്കി, ഇനി മസ്റ്റിൻ്റെ നോട്ടായിരിക്കാം,
ഒരു മസ്കി ടൈപ്പായിട്ടുള്ള ഒരു മണം എവിടെയൊക്കെയോ കിട്ടുന്നുണ്ട്, ഒരു മസ്കി സ്മോക്കി തന്നെ. പിന്നെ അതുപോലെ തന്നെ ഒരു ആംബർഗ്രീസിൻ്റെ ഒക്കെ ഒരു മണം, ആംബറോക്സിൻ്റെ ഒക്കെ ഒരു ഫീൽ. അപ്പോൾ മണം ഞാൻ പറഞ്ഞതുപോലെ പ്ലാറ്റിനുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട. അല്ലാതെ നോക്കുമ്പോൾ നല്ലൊരു പെർഫ്യൂമാണ്, എന്നാൽ വലിയൊരു വാ ഫാക്ടർ നോക്കണ്ട. ഒരു യുണീക്കായിട്ടുള്ള മണമാണ്, നമ്മൾ ടിപ്പിക്കൽ കിട്ടുന്ന ഒരു മണമല്ല, ഒരു യുണീക്കായിട്ടുള്ള ഒരു ടൈപ്പ് മണം. അപ്പോൾ ബ്ലൈൻഡായിട്ട് വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. എന്നാൽ യുണീക്കായിട്ടുള്ള പെർഫ്യൂംസിനോട് താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ്. കാരണം വലിയ വിലയൊന്നുമില്ല, ഏകദേശം 800 രൂപ 1000 രൂപ താഴെ വരുന്നുള്ളൂ 100 ml. 799 700 ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിനകത്ത് നോക്കുമ്പോൾ നല്ലൊരു പെർഫ്യൂമാണ്. പിന്നെ എടുത്ത് പറയേണ്ടത്, ഇതൊരു നമ്മുടെ ബാർബർ ഷോപ്പ് ടൈപ്പ് DNA അത്തരം മണങ്ങളോട് താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഒരു അരോമാറ്റിക് ഫ്രഷ് പൗഡറി മസ്കി ബാർബർ ഷോപ്പ് ടൈപ്പ് സ്മെൽ. ചിലർക്കൊക്കെ ഈ ബാർബർ ഷോപ്പ് ടൈപ്പ് സ്മെല്ലിനോടൊരു മണം താല്പര്യമുള്ളവരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഈ ഒരു പെർഫ്യൂം നന്നായിരിക്കും. പിന്നെ അല്പം മെച്ചുവേർഡ് ആയിട്ടുള്ളവർ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഒരു പക്വത വന്നൊരു മണമായത്, ഒരു യൂത്തിന് പറ്റിയൊരു മണമാണ്. കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു ജെൻറ്റിൽമാൻ ടൈപ്പായിട്ടുള്ള കുറച്ച് 30 എബോവ് കഴിഞ്ഞവർക്കൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. 30 കഴിഞ്ഞവർക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ചേരുന്നത്. ഒരു ജെൻറ്റിൽമാൻ ടൈപ്പ് സ്മെല്ല്. ഞാൻ പ്ലാറ്റിനം എഗോസ്റ്റിൻ്റെ കാര്യത്തിൽ എടുത്തു പറഞ്ഞു, ഓഫീസ് സേഫ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഒരു ജെൻറ്റിൽമാൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഫീസ് ബോസ് ടൈപ്പായിട്ടുള്ള ഒരു DNA ആണ് പ്ലാറ്റിനം എഗോസ്റ്റ്. അതിൻ്റെ ഒരു DNA ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഏകദേശം അതുപോലെ തന്നെയാണ് ഇതിന് കുറച്ച് ഇരുത്തം വന്നാൽ പക്വതയുള്ള പ്രായം 30 കഴിഞ്ഞവർക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. യൂത്തിന് പറ്റിയ ഒരു സ്വീറ്റ് ടൈപ്പ് പെർഫ്യൂം അല്ല, കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ളവർക്ക് പറ്റിയൊരു പെർഫ്യൂമാണ്. അപ്പം നിങ്ങൾക്ക് 30 കഴിഞ്ഞവർക്കൊക്കെ ഒന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നൊരു പെർഫ്യൂം തന്നെയാണ്, അതിൽ തെറ്റില്ല. അപ്പോൾ പ്രായം 30+ ആണ്, സ്ട്രിക്ട്ലി ഫോർ മെൻ ആണ്, ഒരിക്കലും യൂണിസെക്സ് DNA അല്ല. പിന്നെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. ഒക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഒഫീഷ്യൽ പർപ്പസിലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മീറ്റിംഗ് അതുപോലെ തന്നെ ഓഫീസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ്. പക്ഷേ പ്ലാറ്റിനം എഗോസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ എല്ലാവരും ഡിഫറെൻറ്റ് സ്റ്റോറാണ്. ഏത് ഒക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം പ്ലാറ്റിനം എഗോസ്റ്റ്. പാർട്ടിയിൽ ഒരു മെച്ചുവറായിട്ടുള്ള ഒരാളെന്ന നിലയിൽ നമുക്ക് പ്ലാറ്റിനം എഗോസ്റ്റൊക്കെ പാർട്ടിയിൽ പോലും യൂസ് ചെയ്യാൻ പറ്റും. അതങ്ങനെയാണ്. എൽപാസോയുടെ കാര്യം പറയുമ്പോൾ ഇതൊരു ഓഫീസ് ടൈപ്പ്, അതുപോലെ തന്നെ പുറത്തൊക്കെ അടിച്ചിട്ട് ഇറങ്ങാൻ, നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ്. നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ഉണ്ടല്ലോ, നമ്മുടെ ഷെൽഫിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പെർഫ്യൂം. മാറ്റി വയ്ക്കാതെ നമ്മുടെ കൺവട്ടത്ത് കാണുന്ന തരത്തിലുള്ള കുറച്ച് പെർഫ്യൂംസ് നമ്മൾ മാറ്റി വയ്ക്കുമല്ലോ, പുറത്ത് ഇറങ്ങുമ്പോൾ അടിച്ചിട്ട് ഇറങ്ങുന്ന, അങ്ങനെയൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നൊരു പെർഫ്യൂം. ലോങ്ജിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം 5 മണിക്കൂർ ലോങ്ജിവിറ്റി ഉണ്ട്. ഏകദേശം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ നേരത്തേക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനുണ്ട്. ആ ഒരു 1.5 മണിക്കൂറുള്ള ഒരു പ്രൊജക്ഷൻ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അതിനുശേഷം മണം കുറച്ചും കൂടി നമ്മിലേക്ക് ഒതുങ്ങുന്ന തരത്തിലേക്കാകും. അതുകൊണ്ട് മണം മാറിയെന്നല്ല, അടുത്തേക്ക് വരും. കുറച്ചും കൂടി അടുത്തേക്ക് വരുമ്പോൾ മാത്രം മണം കിട്ടുന്ന തരത്തിലേക്ക് മണം നമ്മിലേക്ക് ഒതുങ്ങും. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള എൻകൗണ്ടേഴ്സിനാണ് 1.5 മണിക്കൂറിന് ശേഷം പറ്റുന്നത്. അപ്പോൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിൽ തീർച്ചയായും 1000 രൂപ താഴെ നിൽക്കുന്ന ഒരു നല്ലൊരു പെർഫ്യൂം തന്നെയാണ്. യുണീക്കായിട്ടുള്ള മണമാണ്, പക്ഷേ ബ്ലൈൻഡ് ബൈ അല്ല. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യം മനസ്സിലായവർക്ക് ഇതിൻ്റെ ഒരു DNA ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. അത്തരക്കാർക്ക് ധൈര്യമായിട്ട് വാങ്ങാം. നല്ല പെർഫ്യൂമാണ്, ഒരിക്കലും ഒന്നും കുറ്റം പറയാൻ പറ്റാത്തൊരു പെർഫ്യൂമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു സിന്തറ്റിക് സ്മെല്ലല്ല, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്ലസ് പോയിന്റ്. നമുക്കൊട്ടും ഹാർഷായിട്ടുള്ള അല്ലെങ്കിൽ ഒഫൻസീവായിട്ടുള്ള മണമല്ല, വളരെ സ്മൂത്തായിട്ടുള്ള ലൈറ്റായിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ 800 രൂപയിൽ വർത്തായിട്ടുള്ളൊരു പെർഫ്യൂം തന്നെയാണ്. ഇനി ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ രണ്ടാണ്. പ്ലാറ്റിനം എഗോസ്റ്റ് ഒന്നും പറയാനില്ല, അത് ഷാനേലിൻ്റെ ഒരു സിഗ്നേച്ചർ പെർഫ്യൂമാണ് പ്ലാറ്റിനം. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഞാനിത് സെയിലിന് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ റിവ്യൂവിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഒരു മസ്റ്റ് ഹാവ് പെർഫ്യൂമാണ് പ്ലാറ്റിനം എഗോസ്റ്റ്, ഒരു ജെൻറ്റിൽമാൻ ടൈപ്പ് സ്മെൽ. ഇത് ഞാൻ സെയിലിന് വെച്ചിട്ടുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കമൻറ്റിൽ നമ്പർ മെൻഷൻ ചെയ്യാം, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്കൊരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.